ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവൻ ഇന്ത്യക്കാരനല്ല, ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നവൻ ഇന്ത്യക്കാരനല്ല, ആധാർ കാർഡ് ഇന്ത്യയിലുള്ളവൻ ഇന്ത്യക്കാരനല്ല. പിന്നെ ആരാണ് ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ അത് മാത്രം ആർക്കും അറിയില്ല. നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഫിലോസഫിക്കലി നമ്മൾ പറയില്ലേ, ഞാൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ആരാണ് ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ സർക്കാരിനും അറിയില്ല, ജനങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ്. ഒരാളുടെ പൗരത്വം തെളിയിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചാൽ തന്നെ അവൻ പെട്ടു. ഈ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം അതിന്റെ പ്രൊസീജിയേഴ്സ്, പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, അച്ഛന്റെ സർട്ടിഫിക്കറ്റ്സ്, അമ്മയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ അയലത്തക്കാരന്റെ ആധാറിന്റെ കാർഡ്, എന്തൊക്കെയാ ചോദിക്കുക എന്നുള്ളത് നിയമം തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. നിയമത്തിൽ പല തരത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് ഡിപ്പെൻഡിങ് ആണ്. കാരണം ഒരാൾ ജനിച്ച വർഷം അനുസരിച്ചിരിക്കും അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന പ്രൂഫ് ഓഫ് ഐഡന്റിഫിക്കേഷൻസ്. അയാൾ ഇന്ത്യക്കാരനാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് അയാൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ വിദേശത്തുള്ളവർക്കൊക്കെ അയാൾ ഇന്ത്യക്കാരനാണ്. പക്ഷെ ഇന്ത്യയിൽ അയാൾ ഇന്ത്യക്കാരനല്ല. അതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. സ്വന്തം രാജ്യത്ത് അവനവൻ ഏത് രാജ്യക്കാരനാണ്, അവനവന്റെ പൗരത്വം എന്താണെന്ന് അറിയാത്ത 140 കോടി ജനങ്ങളെയും കൊണ്ടാണ് വിശ്വഗുരു എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം ഡെവലപ്ഡ് നാഷൻ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാലെ. ഇപ്പോ വന്നേക്കുന്ന ഒരു വലിയൊരു വിവാദം ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള ഒരു പ്രൂഫ് അല്ല എന്ന് പറഞ്ഞ ഒരു കമന്റ് ആണ്. ആക്ച്വലി അതൊരു സത്യമാണ്. അതല്ല, അത് ട്രാവൽ ഡോക്യുമെന്റ് തന്നെയാണെന്ന് പാസ്പോർട്ട് ആക്ട് 1967 പറയുന്നുണ്ട്. അപ്പോൾ 2014 വന്ന നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമമല്ല, അതൊരു കാര്യം. പക്ഷെ പ്രശ്നം വേറൊരു കൂടി ഉണ്ട്. ഇത് ഇത്രമാത്രം വലിയ വിവാദമാക്കേണ്ട കാര്യം കൂടി ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് വെറും 10% പോലും പേർക്ക് പാസ്പോർട്ട് ഇല്ല. അതായത് ഏകദേശം 9 കോടി ആൾക്കാർക്ക് മാത്രമേ പാസ്പോർട്ട് ഉള്ളൂ. അപ്പൊ പിന്നെ എന്തിനാണ് ഇത്രമാത്രം ആ ഒരു പോയിന്റ് വെച്ചിട്ട് വിവാദമാക്കുന്നത്? ആർക്കറിയാം.